Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. Today we are going to discuss what are the essentials of a good budgetary control system. What are the essentials of a good budgetary control system? Discuss in detail essentials of a budgetary control. First one, a clearly defined organization. First essential is a clearly defined organization. There should be a sound plan of organization with well-defined responsibilities. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണ്? എ ക്ലിയർലി ഡിഫൈൻഡ് ഓർഗനൈസേഷൻ. ദർ ഷുഡ് ബി എ സൗണ്ട് പ്ലാൻ ഓഫ് ഓർഗനൈസേഷൻ വിത്ത് വെൽ ഡിഫൈൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഓരോ എക്സിക്യൂട്ടീവ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വ്യക്തമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു സൗണ്ട് പ്ലാൻ ഓഫ് ഓർഗനൈസേഷൻ അത്യാവശ്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, സെക്കൻഡ് one, a well-defined policy. Second one, a well-defined policy. The policies of the management should be well-defined in clear and unambiguous terms. ഓക്കെ, അപ്പം അൺഅംബിക്വസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പോളിസി ആയിരിക്കണം, നന്നായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതായത് അവിടെ എന്താണ്, ആ പോളിസിയിൽ എന്താണ് പറയുന്നത്, വീണ്ടും വേറൊരാൾക്ക് വായിക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകാതെ ഇത് തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാകത്തക്ക രീതിയിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പോളിസി, സൗണ്ട് പോളിസി ആയിരിക്കണം മാനേജ്മെൻറ്റിനുള്ളത്. അപ്പം ഡിഫൈൻഡ് എ വെൽ ഡിഫൈൻഡ് പോളിസീസ്. ഓക്കെ, third one, proper delegation of authority and responsibility. Proper delegation of authority and responsibility. Budget preparation and control is done at every level of management. Okay, though the business are finalized at top level, involvement of persons from lower levels of management is essential for their success. This requires a proper delegation of authority and responsibility. Okay, budget preparation and control is done at each level of management. മാനേജ്മെൻറ്റിൻ്റെ ഓരോ ലെവൽ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ബഡ്ജറ്റ് പ്രിപ്പറേഷനും കൺട്രോളും നമ്മൾ എന്താണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദോ ദ ബഡ്ജറ്റ്സ് ആർ ഫൈനലൈസ്ഡ് അറ്റ് ടോപ്പ് ലെവൽ. ബഡ്ജറ്റ് ഫൈനലൈസ് ചെയ്യുന്നത് ടോപ്പ് ലെവലായിരുന്നാൽ കൂടിയും എല്ലാ ലെവൽസിൻ്റെയും, ഏത് ലോവർ ലെവലായിക്കോട്ടെ മിഡിൽ ലെവലായിക്കോട്ടെ, അവിടുത്തെ എല്ലാ പേഴ്സൺസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എവിടെ ഉണ്ടാകണം? ഈ ബഡ്ജറ്റ് പ്രിപ്പറേഷനിലും കൺട്രോളിലും ഉണ്ടാകണം. ഓക്കെ, then ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദെയർ സക്സസ്. അതുപോലെ തന്നെ ഇവരുടെ ഇൻവോൾവ്മെൻറ്റ്, അതായത് എല്ലാ ലെവൽസിൻ്റെ മാനേജ്മെൻറ്റ് പേഴ്സൺസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തിന് അത്യാവശ്യമാണ്? നമ്മുടെ ഈ ബഡ്ജറ്ററി സിസ്റ്റം സക്സസ്ഫുൾ ആകുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യമാണ്. ദിസ് റിക്വയർസ് പ്രോപ്പർ ഡെലിഗേഷൻ ആൻഡ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിന് എന്ത് അത്യാവശ്യമാണ്? പ്രോപ്പർ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി അത്യാവശ്യമാണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ നല്ലൊരു പോളിസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താൽ പോരാ, ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആ ബഡ്ജറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അത് ഇമ്പാർട്ട് ചെയ്തിരിക്കണം. എവിടേക്ക്? ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് അത് എന്ത് ചെയ്ത് കൊടുക്കണം? ഇമ്പാർട്ട് ചെയ്യുകയും വേണം. ഓക്കെ, നോക്കാം എന്താണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആൻഡ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഈസ് റിക്വയർഡ് ഫോർ എ സക്സസ്ഫുൾ ബഡ്ജറ്ററി കൺട്രോൾ. ഒരു സക്സസ്ഫുൾ ബഡ്ജറ്ററി കൺട്രോളിന് എന്ത് അത്യാവശ്യമാണ്? ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത്യാവശ്യമാണ്. ദ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് budgets should be quick so that these are properly implemented. അപ്പം ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അതൊരു ഇൻറ്ററപ്ഷനും ഇല്ലാതെ നല്ല രീതിയിൽ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എവിടെ അത്യാവശ്യമാണ്? ഒരു ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിന് അത്യാവശ്യമാണ്. ഓക്കെ, next one, budget education. Fifth one, budget education. Everyone in the organization should know the working of the budget program and its benefit. അപ്പം എന്താണ് നമ്മുടെ ബഡ്ജറ്റ് പ്രോഗ്രാം, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ളത് ആ ബിസിനസ്സിൻ്റെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺസ് അറിഞ്ഞിരിക്കണം. എവരി വൺ ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് നോ ദ വർക്കിംഗ് ഓഫ് ദ ബഡ്ജറ്റ് പ്രോഗ്രാം ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്.
they should be educated about their role in the success of the system. അതുകൊണ്ട് തന്നെ ഈ ഒരു ബജറ്ററി കൺട്രോൾ സിസ്റ്റം സക്സസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തിയുടെയും റോൾ എന്താണ് അത് വ്യക്തമായിട്ട് എന്ത് ചെയ്തിരിക്കണം, ഓരോ പേഴ്സൺസിനും പറഞ്ഞു കൊടുത്തിരിക്കണം. അതാണ് they should be educated about their role in the success of the system. Okay, then next and sixth one, logical sequence in budget preparation. Logical sequence in budget preparation. It is essential that proper arrangements be made for the preparation, submission, examination and review of budget in logical sequence. അപ്പോൾ ലോജിക്കൽ സീക്വൻസിൽ എന്ത് ചെയ്തിരിക്കണം, ഒരു ബഡ്ജറ്റിന് അറേഞ്ച്മെൻറ്റ്സ് നടത്തണം. അതിൻ്റെ പ്രിപ്പറേഷനിൽ, സബ്മിഷനിൽ, എക്സാമിനേഷനിൽ, അതുപോലെ റിവ്യൂ ചെയ്യുന്നതിലും ഒക്കെ എന്തുണ്ടായിരിക്കണം, ഒരു ലോജിക്കൽ സീക്വൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം. ഓക്കെ, അതാണ് സിക്സ്ത് എസെൻഷ്യൽ എന്ന് പറയുന്നത്, ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ സിക്സ്ത് എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാർട്ടിസിപ്പേഷൻ ഓഫ് ഓൾ എംപ്ലോയീസ്. Participation of all employees. Budgeting requires active participation and involvement of all employees in the organization. ആ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ എംപ്ലോയീസിൻ്റെയും ഇൻവോൾവ്മെൻറ്റും പാർട്ടിസിപ്പേഷനും എന്തിന് അത്യാവശ്യമാണ്, ഒരു ബഡ്ജറ്റിംഗ് സിസ്റ്റത്തിന് അത്യാവശ്യമാണ്. ഇറ്റ് ഈസ് മീൻ ഫോർ എവറി സെഗ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്. അതായത് ഓരോ ബിസിനസ്സിൻ്റെ ഏത് സെഗ്മെൻറ്റിലാണെങ്കിലും എന്ത് അത്യാവശ്യമാണ്, ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് അത്യാവശ്യമാണ്. In addition to their active employees should give more practical and useful suggestions. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലായിട്ടുള്ള അതുപോലെ യൂസ്ഫുൾ സജഷൻസും എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഈ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കലായിട്ടുള്ളയും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ദ എയ്ത്ത് വൺ, ഫ്ലെക്സിബിലിറ്റി. Budgetary program should be designed to accommodate unforeseen circumstances as well as possible changes in future. അപ്പോൾ നോക്കിയേ, ഒരു ബഡ്ജറ്ററി പ്രോഗ്രാം എന്തായിരിക്കണം, ഷുഡ് ബി ഡിസൈൻ ടു അക്കോമഡേറ്റ് അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് ആസ് വെൽ ആസ് പോസിബിൾ ചേഞ്ചസ് ഇൻ ഫ്യൂച്ചർ. അതായത് ഒരു അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് വരികയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം പ്രോഗ്രാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് പ്രോഗ്രാം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റണം, ആ ചേഞ്ചസ് നടത്താൻ പറ്റണം. അതുപോലെ അൺഫോർസീനായിട്ടുള്ള സർക്കംസ്റ്റാൻസസ് വരികയാണെങ്കിൽ അത് നമ്മുടെ ബഡ്ജറ്റ് പ്രോഗ്രാമിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ബഡ്ജറ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി വിൽ മേക്ക് ദ ബഡ്ജറ്റ് മോർ അപ്രോപ്രിയേറ്റ് ആൻഡ് റിയലിസ്റ്റിക്. അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ മേക്ക് ദ ബഡ്ജറ്റ് മോർ അപ്രോപ്രിയേറ്റ് ആൻഡ് റിയലിസ്റ്റിക്. അപ്രോപ്രിയേറ്റും അതുപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒന്നായിട്ട് മാറും എന്ത്, നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, last important one is motivation. That is the ninth essential is motivation. Successful implementation of budget depends upon the interest shown by the employees in the organization. Okay, successful implementation of budget depend upon the interest shown by the employees in the organization. ഒരു ബഡ്ജറ്റ് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അത് തീർച്ചയായിട്ടും ആരെ ആശ്രയിച്ചിരിക്കും എന്നാണ് പറയുന്നത്, ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് കാണിക്കുന്ന ഇൻട്രസ്റ്റ്. ആ ഒരു ബഡ്ജറ്ററി ബഡ്ജറ്റിങ്ങിനോട് അല്ലെങ്കിൽ ആ ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിനോട് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് എത്രത്തോളം ഇൻട്രസ്റ്റ് കാണിക്കുന്നുവോ അതനുസരിച്ചായിരിക്കും ആ ബഡ്ജറ്റിൻ്റെ സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ സാധ്യമാകുന്നത്. ഓക്കെ, എ പ്രോപ്പർ സിസ്റ്റം ഓഫ് മോട്ടിവേഷൻ ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ഫോർ മേക്കിംഗ് ഇറ്റ് എ സക്സസ്. അതുപോലെ തന്നെ നല്ലൊരു പ്രോപ്പർ സിസ്റ്റം ഓഫ് മോട്ടിവേഷൻ എന്ത് ചെയ്തിരിക്കണം, ആ ബിസിനസ് യൂണിറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ അതെന്ത് ചെയ്യാൻ പറ്റും, ഫോർ മേക്കിംഗ് ഇറ്റ് എ സക്സസ്, അതൊരു നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒന്നാക്കി മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെ there are 9 important essentials have a budgetary control system. Okay, dear students, watch and listen the lecture carefully and write the assignment question. What are the essentials of a good budgetary control system? What are the essentials of a good budgetary control system?